ഒരു അധ്യായത്തെ ആസ്പദമാക്കി എങ്ങനെയാണ് നമ്മൾ ഒരു പ്രസംഗം ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇനി അതെങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത് കാണാൻ പോവാ. ഇനിയിപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ഏതായിട്ട് നമ്മൾ എടുത്തത് 2 തിമോഥെയോസ് 2-ാമത്തെ അധ്യായം. അതിൻ്റെ ഹെഡിങ് ആയിട്ട് കൊടുത്തേക്കുന്നത് വിശ്വസ്തത. അതാണ് ആ അധ്യായത്തെ മുഴുവനും എടുത്തിട്ട് വിശ്വസ്തത എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് പുള്ളിക്കാരി മെസ്സേജ് തയ്യാറാക്കിയത്. അതിനെ ഇനി ഒരു പ്രസംഗ രൂപത്തിലോട്ട് നമുക്ക് കൊണ്ടുവരുമ്പോൾ ഏതിലൊക്കെ വിശ്വസ്തനായിരിക്കണമെന്നാണ് പൗലോസ് അവിടെ പറയുന്നത് അല്ലേ. 1, ഉപദേശത്തിൽ നീ വിശ്വസ്തനായിരിക്കണം. എന്തുമായിരിക്കണം നിൻ്റെ ഉപദേശം? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ആയിരിക്കണം നിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ നിൻ്റെ ഉപദേശം. അതല്ലാതെ വേറെ ഒന്നും ആയിരിക്കരുത്. അപ്പോൾ ഉപദേശത്തിൽ നീ വിശ്വസ്തനായിരിക്കണം. പിന്നെ പറയുന്നു, പിന്നെ എന്തിൽ വിശ്വസ്തനായിരിക്കണം എന്നാണ് പൗലോസ് അവിടെ പറയുന്നേ? നിൻ്റെ ജീവിതത്തിൽ നീ വിശ്വസ്തനായിരിക്കണം. നീ എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. കഷ്ടം സഹിക്കേണ്ടി വന്നാലും നീ എന്തായിരിക്കണം? നീ ഉപദേശത്തിൽ വിശ്വസ്തനായിരിക്കണം. പലരുടെയും ജീവിതത്തിൽ ഉപദേശത്തിലുള്ള വിശ്വസ്തത നഷ്ടപ്പെട്ടത് എപ്പോഴാണെന്നറിയാമോ? കഷ്ടത വന്നപ്പോഴാണ്. അല്പം ഒന്ന് ഉപദേശം മാറ്റി പിടിച്ചാൽ സാമ്പത്തിക നന്മ കിട്ടും. എനിക്കറിയാം, കേരളത്തിൽ തന്നെ എത്രയോ ആളുകളാണ് അല്പ സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടി ഉപദേശം മാറ്റി പിടിച്ചവരുണ്ട്. ഇന്ന് അവരുമില്ല, അവർ മാറ്റി പിടിച്ച ഉപദേശവും ഇല്ല, പ്രസ്ഥാനവും ഇല്ല, ഒന്നുമില്ല, അവരുമില്ല. എത്ര ശക്തന്മാരായ ദൈവം ഉപയോഗിച്ച എത്രയോ ആളുകൾ ദാരിദ്ര്യം വന്നപ്പോഴേ, കഷ്ടത വന്നപ്പോഴേ, ഞെരുക്കം വന്നപ്പോഴേ ഉപദേശത്തെ ചെറുതായിട്ടൊന്നും എന്ത് ചെയ്തു? അവർ മാറ്റി. പൗലോസ് പറയുന്നു, നീ എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. അപ്പോൾ ജീവിതത്തിൽ എന്നിട്ട് അവിടെ 3 പേരെ കൊണ്ടുവന്നു. ഏത് വിധത്തിൽ കഷ്ടം സഹിക്കണം? ഏത് വിധത്തിൽ വിശ്വസ്തനായിരിക്കണം? ഒരു പടയാളി തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ വിശ്വസ്തനായിരിക്കുന്ന പോലെ നീ എന്ത് ചെയ്യണം? അപ്പോൾ അതിനെല്ലാം നമ്മൾ അതുമായിട്ടാണ് കൊണ്ട് കണക്ട് ചെയ്യാൻ പോന്നേ. ഒരു പടയാളി വിശ്വസ്തനായിരിക്കുന്ന പോലെ വിശ്വസ്തനായിരിക്കണം. ശത്രു സൈന്യം വന്ന് നോട്ട് വലിച്ചു നീട്ടുമ്പോഴും അവൻ എന്ത് ചെയ്യത്തില്ല? ശത്രുപക്ഷം ചേരത്തില്ല. അവനറിയാൻ താൻ എപ്പോഴും വേണമെങ്കിലും മരിച്ചു വീഴാമെന്ന്. യുദ്ധകളത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ അവൻ വിശ്വസ്തനായി നിൽക്കുക. 2ാമത് പറയുന്നു, ഒരു കായിക താരം, ഒരു ഓട്ടക്കാരനാ. അവനും അതിനകത്ത് എന്തുവാ? വിശ്വസ്തനാ. അതുകൊണ്ടല്ലേ അവൻ എന്നും രാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെയൊക്കെ കാര്യം എന്നാ? തൻ്റെ വിളിയോട് വിശ്വസ്തനായിരിക്കണം, തൻ്റെ ദൗത്യത്തോട് വിശ്വസ്തനാണ്. 3ാമത് പറയുന്നു, ഒരു കൃഷിക്കാരൻ. അവനും അവൻ്റെ ഇതിനകത്ത് വിശ്വസ്തനാണ്. അപ്പോഴ് ഉപദേശത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഉപദേശം എന്നാന്ന് പറഞ്ഞു? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു ഉയർത്ത യേശു എൻ്റെ ഉപദേശം. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എന്നിട്ട് പൗലോസോട് പറയുന്നുണ്ട്, ആ ഉപദേശം ഞാൻ പ്രസംഗിക്കുന്നതിൽ ഒരു ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെയാ. അപ്പൊ എന്നെ കണ്ട പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പം ഞാൻ വിചാരിക്കും, ഒരു ഉപദേശിച്ച് കാരാഗ്രഹത്തിൽ കിടക്കുന്നുണ്ട്, എന്തോ ആളുകൾ എന്തോ അടി അല്ലേ. ഒരിക്കലും അവൻ സൂചനം പ്രസംഗിച്ചിട്ടാന്ന് ആരും അറിയത്തില്ല. ഒരു ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ജീവിതത്തില് അപമാനങ്ങള്, വേദനകള്, കഷ്ടതകളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടും താൻ വിശ്വസ്തനായി നിന്നു എന്നുള്ളത്. അപ്പോൾ ഉപദേശത്തിൽ ശുശ്രൂഷ വിശ്വസ്തനായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസ്തനായിരിക്കണം. 3ാമത് നമ്മുടെ ശുശ്രൂഷയിലും വിശ്വസ്തരായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നീ ഒരു കാര്യം ചെയ്യണം, നീ വിശ്വസ്ത മനുഷ്യരെ ഇതെന്ത് ചെയ്യണം? പരമേൽപ്പിക്കണം. ചുമ്മാ കണ്ട അല്ലേ, ബൈബിൾ സ്കൂൾ നടത്തണം. അതുകൊണ്ട് എന്ത് ചെയ്യുക? ആരെയെങ്കിലും ബംഗാളിയെങ്കിൽ ബംഗാളിയെ പിടിച്ച്, ബംഗാളിക്ക് വെളിയില്ലെന്നല്ല ഞാനീ പറഞ്ഞ കേട്ടോ. ആരെങ്കിലും 10 പേരെ
വിശ്വസ്തരല്ല അവർ. എനിക്കറിയാം പല മിഷൻ സംഘടനകളിലും എണ്ണം തികച്ചാലേ എന്ത് ചെയ്യത്തുള്ളൂ, സപ്പോർട്ട് കിട്ടത്തുള്ളൂ. അപ്പം വീട്ടിലെ വേലക്കാരി പോലും ആരാന്നറിയാമോ? മിഷണറി വുമണാണ്. വീട്ടിലെ വേലക്കാരി പോലും. എന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ, സപ്പോർട്ട് വരുത്തുള്ളൂ. അല്ലെങ്കിൽ 20 പേർ, ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം അതാണ്. ഇപ്പോൾ 20 പേരുള്ള ഒരു ക്ലസ്റ്റർ ബൈബിൾ സ്കൂൾ 20 പേരുണ്ടെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ, സപ്പോർട്ട് വരത്തുള്ളൂ. അപ്പോൾ 18 ഇനിയിപ്പോൾ 2 പേരും കൂടെ വേണം. അപ്പോൾ എന്ത് ചെയ്യണം, എവിടുന്നെങ്കിലും പൈസ വയ്ക്കുന്ന 2 പേരെ നീ വരുന്നോ. അപ്പോൾ 20 പേരുള്ള ക്ലസ്റ്ററായി. 20 പേരുടെ ക്ലസ്റ്റർ ആകുമ്പോൾ എന്ത് ചെയ്യും, സപ്പോർട്ടിങ് വരും. അതാണ് ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങളും. വളരെ വിഷമമുണ്ട് ഇതൊക്കെ പറയുന്നതിൽ. 20 പേരെ തയ്ക്കണ്ടേ? പൗലോസ് വളരെ ശക്തമായിട്ട് പറഞ്ഞു, തിമോഥെയോസേ, നീ ഈ സപ്പോർട്ട് തയ്ക്കാൻ വേണ്ടി ആളെ എന്ത് ചെയ്യരുത്, കൂട്ടരുത്. വിശ്വസ്തരായവരെ വേണം നീ എന്ത് ചെയ്യാനായിട്ട്, പരമേൽപ്പിക്കാനായിട്ട്. വന്നിരിക്കാൻ പറഞ്ഞാൽ ഇനി ഇവിടെ ആളുണ്ടാവും വന്നിരിക്കാൻ. ക്ലാസ് സംബന്ധിക്കുന്നവർക്കെല്ലാം ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു 3-4 എൻ്റെ മനസ്സിൽ ഇപ്പോൾ തന്നെ കൊണ്ടിരുത്താൻ പറ്റുന്നത്. പഠിക്കുന്നു, അങ്ങോട്ടൊന്നും കയറുന്നില്ലെന്നേ ഉള്ളൂ. വിശ്വസ്തരെ. അപ്പോൾ നീ ഏതിലൊക്കെ വിശ്വസ്തനായിരിക്കണം എന്ന് പൗലോസോട് പറയുന്ന 4 കാര്യങ്ങൾ. 1, നിന്റെ ഉപദേശത്തിൽ നീ വിശ്വസ്തനായിരിക്കണം. എന്തായിരിക്കണം നിന്റെ ഉപദേശം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു ഉയർത്ത യേശുവിനെ കുറിച്ച് മാത്രമായിരിക്കണം നിന്റെ ഉപദേശം. 2, നിന്റെ ജീവിതത്തിൽ നീ വിശ്വസ്തനായിരിക്കണം. കഷ്ടം സഹിക്കാനാ നീ ഇറങ്ങുന്നത് എന്നുള്ളൊരു ബോധ്യം നിനക്ക് വേണം. നീ വിശ്വസ്തനായിരിക്കണം. നീ എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. ഞാൻ അനുഭവിച്ചൊക്കെ നിനക്കറിയാമല്ലോ. എന്നിട്ട് പറയാ, ഒരു ദുഷ്പ്രവർത്തിക്കാരനെ എങ്ങനെയാണെന്നോ ഡീൽ ചെയ്യുന്നേ അതുപോലെയാണ് സുവിശേഷകനായ എന്നെ ജനം എന്ത് ചെയ്തത്, കൈകാര്യം ചെയ്തത്. അടിച്ച് ശരിയാക്കിയില്ലേ അവനെ പൗലോസിനൊരിക്കൽ. എന്നിട്ട് ചത്തു എന്ന് വിചാരിച്ചിട്ട് പൗലോസ് തന്നെ പറയുന്നു, 1 കുറേ 40 അടി എത്രയോ പ്രാവശ്യം കോലിനാലടി കൊണ്ടു. 1 കുറേ 40 അടി 39 അടി വെച്ച് എന്ത് ചെയ്യുന്ന പറയുമ്പോൾ 5 പ്രാവശ്യം അടിക്കാണ്. എന്നോട് ഇതാണ് എനിക്ക് കിട്ടിയതെന്ന് നിനക്കറിയാമല്ലോ. ഏതൊരു ദുഷ്പ്രവർത്തിക്കാരനെ പോലെ ആരെയാണ്ട് മോഷ്ടിച്ച് ആരെയാണ്ട് എന്തോ നീചകൃത്യം ചെയ്തവനെ അടിക്കുന്ന പോലെ പൗലോസിനെ അടിച്ച്, വസ്ത്രമൊക്കെ പറിച്ച് ഉരിഞ്ഞ് ഇല്ലേ, എന്ത് നാണക്കേടാക്കിയിട്ടവന്. എന്നിട്ട് അകത്ത് കൊണ്ടിട്ടിരിക്കും ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ. വിശ്വസ്തനായിരിക്കണം. അടി കിട്ടുമ്പോഴും എന്ത് ചെയ്യണം, വിശ്വസ്തനായിരിക്കണം. പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണങ്ങുന്നില്ലെന്ന്. ഞാൻ പല പ്രാവശ്യം അത്ഭുതപ്പെടുന്നൊരു വാക്യം. ഇത്രയും പൗലോസിൻ്റെ ശുശ്രൂഷയിൽ വിടുതൽ അനുഭവിച്ച 1000 തൻ്റെ പുറകിൽ നിൽക്കാൻ ഉണ്ടായിട്ട് ഒറ്റ മനുഷ്യൻ. എന്നിട്ട് നാം വിശ്വസ്തനായിരുന്നു, ജീവിതത്തിൽ വിശ്വസ്തനായിരുന്നു. ഇതൊക്കെ എളുപ്പമാണ് പറയാൻ. അത് അനുഭവങ്ങൾ ചേർത്ത് പറഞ്ഞ ഏറ്റവും നന്നായി. നമ്മുടെ തലമുറ കേൾക്കണം, അടുത്ത തലമുറ അറിയണം. ഇപ്പോൾ ഉള്ള സുശീലക്കാരുടെ ഭാര്യമാർ ഈ കഥ കേൾക്കണം. ശുശ്രൂഷന്മാരുടെ ഭാര്യമാരെ മാത്രം വിളിച്ച് ശുശ്രൂഷന്മാരും ഭാര്യമാരും ഉള്ളപ്പോൾ സാക്ഷ്യം പറയാൻ അവസരം കൊടുക്കണം. നടന്നു വന്ന വഴിയൊക്കെ ഒന്ന് പറയാൻ. കഷ്ടം സഹിച്ചിട്ടും അവൻ വിശ്വസ്തനായിരുന്നു. പിന്നെ പറഞ്ഞു, ശുശ്രൂഷയിലല്ലേ നീ ഇനി അടുത്തൊരു തലമുറ ഉണ്ടാക്കാൻ പോവാ, വളർത്തെടുക്കാൻ പോവാ. പക്ഷെ ആരെയും എടുക്കാവൂ, നീ വിശ്വസ്തരെ എടുക്കാവൂ അല്ലേ? അങ്ങനല്ലേ വായിച്ചേ? നീ വിശ്വസ്ത മനുഷ്യരെ വേണം എന്ത് ചെയ്യാനായിട്ട്, പരമേൽപ്പിക്കാനായിട്ട്. ഞാൻ ചോദിച്ചു, അങ്ങനെ എടുക്കാൻ തുടങ്ങി എത്ര എണ്ണം കാണും? ആദ്യമൊന്നും വേണ്ട, നീ ഒരുത്തം പോരെ. വിശ്വസ്തനായ ഒറ്റ ഒരുത്തം മതി.
നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മുഴുവൻ ഫ്രൂട്ട്ഫുള്ളായി. ഒറ്റ ഒരുത്തിനെ കിട്ടിയാൽ മതി ഒരു ബാച്ചിൽ നിന്ന്. അപ്പോൾ ഈ ശുശ്രൂഷ പരമേൽപ്പിക്കുന്നതും ഇനി ആരെ ആയിരിക്കണം? വിശ്വസ്തരായിരിക്കണം. അപ്പം വിശ്വസ്തതയായിരുന്നു. അപ്പം അതിനെ ഇങ്ങനെ ആക്കിയാൽ കുറച്ചുകൂടെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർമ്മിക്കാനാണ്. ഏതിലൊക്കെ വിശ്വസ്തനായിരിക്കണം? ഒന്ന്, ഉപദേശത്തിൽ വിശ്വസ്തരായിരിക്കണം, ജീവിതത്തിൽ വിശ്വസ്തരായിരിക്കണം, ശുശ്രൂഷ നാം ചെയ്യുന്നതിലും ശുശ്രൂഷ പരമേൽപ്പിക്കുന്നതിലും വിശ്വസ്തരായിരിക്കണം. ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റഡി. നന്നായിരുന്നു. എന്നിട്ട് വിശ്വസ്തരായിരുന്ന 3 ഗ്രൂപ്പിനെയാണ് പൗലോസ് എടുക്കുന്നത്, അല്ലേ? 3 ഗ്രൂപ്പിനെ. ഒരു പടയാളി വിശ്വസ്തനായിരിക്കുന്ന പോലെ നീ എന്ത് ചെയ്യണം? പടയാളി ആരോടാ? അവൻ്റെ രാജ്യത്തോട് വിശ്വസ്തനാ, അവനെ ഏൽപ്പിച്ച ദൗത്യത്തോട് വിശ്വസ്തനാ. എടുത്തത് എന്തുവാ? ഒരു കായിക താരം തൻ്റെ കോൾ, തൻ്റെ വിളിയോട്, തൻ്റെ വിളിയോട് അവൻ എന്തുവാ? വിശ്വസ്തനാ. ഒറ്റ ലക്ഷ്യമുള്ളൂ, എനിക്ക് കിരീടം പ്രാപിക്കണം. അല്ലാതെ ഓടാൻ വരുമ്പോൾ ഇത്രയും ആൾ ഓടാനുണ്ടോ, എന്നാൽ ഞാൻ ഓടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇല്ലേ? ഒളിമ്പിക്സിലൊക്കെ എത്രയോ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഓടാൻ വരുന്നത്, അല്ലേ? ഇത്രയും ആൾ ഓടാനുണ്ടോ, എന്നാൽ ഞാൻ ഓടാനില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലത്തെ ഓട്ടക്കാരൻ പുറകോട്ട് മാറിയ ഇല്ലല്ല, പ്രാപിക്കത്തൊക്കെയാണോ ഓടുന്നത്. പിന്നെ കർത്താവ് ദാസി പറഞ്ഞു, ഈ ഓട്ടത്തിലുള്ള ഗുണം എല്ലാവർക്കും കിരീടം, എല്ലാവർക്കും കിരീട. അടുത്ത 3-ാമത് എടുത്തത് ആരെയാ? ഒരു കൃഷിക്കാരന്. ഒരു കൃഷിക്കാരൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണെന്നറിയാമോ? ഒന്നവൻ്റെ അധ്വാനം, രണ്ടവൻ്റെ പ്രതീക്ഷ. ഇത് രണ്ടും ഇല്ലാത്തവൻ വേറെ എന്താ പറഞ്ഞേ? ജിജു എന്തൊരു കാര്യം കൂടെ പറഞ്ഞു തോന്നുന്നു. മഴയോ? മഴ, അവൻ്റെ പ്രതീക്ഷയിലൊന്നും മഴയാ. ഒരു കൃഷിക്കാരൻ്റെ ഏറ്റവും വലിയ 2 യോഗ്യത എന്നാണെന്നറിയാമോ? അധ്വാനമാണ്. കഠിനാധ്വാനി അവൻ. രാവിലെയും വിത്ത് വിതയ്ക്കും, വൈകിട്ടും അവൻ്റെ കൈ എന്ത് ചെയ്യത്തില്ല? ഇടച്ചിരിക്കത്തില്ല. ഈ ഒരു കുടുംബത്തിൽ വലിയ പ്രശ്നം ഉണ്ടായതെന്ന് ഭാര്യ ഭർത്താവുന്നൊരു വലിയ വിഷയം. പ്രശ്നം വന്നപ്പോൾ എന്തോ, ഇയാൾക്ക് എപ്പോഴും പറമ്പിൽ പണിയെടുക്കാനായി നേരമുള്ളൂ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, നിനക്ക് അറിഞ്ഞൂടായിരുന്നു നീ കെട്ടിയതൊരു കൃഷിക്കാരനെയാന്ന്? നിനക്ക് അറിഞ്ഞൂടായിരുന്നോ? ഞാൻ സാധാരണ എപ്പോഴും പറയും, കൃഷിക്കാരുടെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാവൂ? കെട്ടാവൂ, അതിനോട് കല്യാണം കഴിക്കാവൂ. കാരണം നെല്ലുണങ്ങണ്ട എങ്ങനെയാണെന്നും എന്തുവാന്നും ഒക്കെ അതിന് നല്ലപോലെ അറിയാം. കഴിയുന്നതും സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവര് സുവിശേഷ വേലക്കാരുടെ വീട്ടിൽ നിന്നേ കെട്ടാവൂ. എൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? അവർക്ക് ആ സംസ്കാരം അറിയാം. അല്ലാതെ കെട്ടിയ ബുദ്ധിമുട്ടാണ്. അതിനായിട്ട് വിളിക്കപ്പെട്ടവരുണ്ട് കേട്ടോ, ജീവിതങ്ങൾ സമർപ്പിക്കപ്പെട്ടവരുണ്ട്. ഞാൻ പറഞ്ഞു തന്നതിൻ്റെ എല്ലാ ആശയം ഒരു കൃഷിക്കാരൻ, അവൻ്റെ 2 സ്വഭാവ ഗുണം എന്നാണെന്നറിയാമോ? ഒന്ന്, ഹാർഡ് വർക്കിംഗ്. രാത്രി 11 ഈ പണ്ടൊക്കെ ഇപ്പോഴൊക്കെയല്ലേ ഡാമും അത്. അപ്പോൾ എന്നൊക്കെ വെള്ളം തിരിച്ചു വിടുന്ന സമയമുണ്ട്. അത് രാത്രിക്ക് പോകണം. എന്തിനാ? കണ്ടെത്തി വെള്ളം. അന്നേരം ഇടയ്ക്ക് നീ പോയില്ലെങ്കിൽ അടുത്ത വന്ന് എന്ത് ചെയ്യും? ഈ മട പൂട്ടിയിട്ട് അവൻ്റെ പറമ്പിലോട്ട് എന്ത് ചെയ്യും? അവൻ്റെ രാവൊന്നുമില്ല, പകലൊന്നുമില്ല. അവന് സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റില്ലെന്ന്. രാത്രി ഒട്ടും ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം പന്നി കയറുമെന്നറിയണം. ഹാർഡ് വർക്കിംഗ്. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ സുവിശേഷകരക്കാരെ കാണാൻ ഭയങ്കര പാടാണ്. ഈ കൊറോണ കൂടെ വന്നതോടുകൂടെ എല്ലാം കളകളായിട്ട് മാറിക്കഴിഞ്ഞു. ഹാർഡ് വർക്കിംഗ്. ഇന്നലെ ഒരു 11 മണിയായപ്പോൾ എനിക്കൊരു ഫോൺ കോള്, പാസ്റ്ററേ അപ്പച്ചനെ വണ്ടി ഇടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്.
ഞാൻ ഒട്ടനെ 2 പാസ്റ്റർമാരെയും വിളിച്ചു. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഇപ്പം പോകണോ? ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഞാൻ നിന്നോട് പറയാമെന്ന് ചോദിച്ചു. എനിക്കാന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാനും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഇവർക്ക് ബൈക്കും ഉണ്ട്, കാറും ഉണ്ട്. ഞാനീ പറഞ്ഞ 2 കൂട്ടർക്കും രണ്ടും ഉണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പം പോകണമെന്ന് പറഞ്ഞു. അല്ല, അവർ പറഞ്ഞു ICUവിൽ കയറ്റിയിരിക്കുക, വന്നാൽ കാണാനും പറ്റില്ല. അയാളെ കാണാനല്ല, ഇടി കൊണ്ടവൻ്റെ ഭാര്യയും മോനും ഇവിടെ പോകണ്ട, അവരെ ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കാനാണ് പോകാൻ പറഞ്ഞേ. അദ്ദേഹം ആശുപത്രി ICU കിടന്നോട്ടു. പക്ഷെ ഇവിടെ 2 നിൽപ്പുണ്ടല്ലോ. ഏതാ വണ്ടി ഇടിച്ചോണ്ട് 2 ഇവിടെ നിൽപ്പുണ്ട്. അവർക്ക് ആശ്വാസം. ഞങ്ങൾക്കൊരു ആള് ഉടനെ പോകാൻ പറഞ്ഞു. പോയിട്ട് ഇനി ആശുപത്രി ചെന്ന് നിങ്ങളുടെ ഫോണിൽ നിന്ന് അവനോട് എന്നെ വിളിക്കാൻ പറയാൻ പറഞ്ഞു. പോയത് അറിയണ്ട എനിക്ക്, ചുമ്മാ അല്ലല്ലോ നമ്മളെ നേതൃസ്ഥാനത്താക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം? നിന്റെ ഫോണിൽ നിന്ന് ആര് വിളിക്കണം? ആ വ്യക്തി എനിക്ക് വിളിക്കണം. 2:30 പറഞ്ഞു വിട്ടു രാത്രി. ഇവിടെ പാസ്റ്റർമാരാവുന്നെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. പാതിരാത്രിക്ക് പറഞ്ഞു വിടും ഞാൻ. അപ്പോഴാണ് അവിടെ ആവശ്യം. അപ്പോഴാണെന്ന് ആവശ്യം. നേരം വെളുക്കുമ്പോഴത്തേനും അവരുടെ ആളുകളെല്ലാം കൂടെ എത്തും. പക്ഷെ ഇപ്പോൾ ഈ പാതിരാത്രി ചെല്ലാൻ ആരുമില്ല. 2 പറഞ്ഞു വിട്ടു. ഒന്നൊരു ഏരിയ പാസ്റ്ററേയും പറഞ്ഞു വിട്ടു. 2 മുൻ ഏരിയ പാസ്റ്റർ. കാരണം അവർ രണ്ടുമായിട്ട് ആ 2 പേരുമായിട്ട് ഇവർ കൂടുതലായിട്ട് അടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവർ 2 പേരെ പ്രതീക്ഷിക്കുന്നത്. രാവുന്നില്ല, പകലുന്നില്ല. ഒരു കൃഷിക്കാരൻ. അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിശ്വസ്തരായിരിക്കണം നമ്മൾ. ഇല്ലെങ്കിൽ ഈ പണിക്ക് ഇറങ്ങരുത്. ഇല്ലേ വല്ല തട്ടുകട നടത്തിയോ ഒക്കെ ജീവിച്ചു. ഈ പണിക്ക് ഇറങ്ങരുത്. നീ വിശ്വസ്തനായിരുന്നാലും തമ്പുരാനും നിന്നോട് വിശ്വസ്തനായിരിക്കും, ഒരു സംശയമില്ല. അപ്പോൾ അതായിരുന്നു നമ്മുടെ ശോഭാജി കണ്ടെത്തിയ ഫൈൻഡിങ്സ് അധ്യായത്തിന്. ബാക്കിയുള്ളവരൊക്കെ എന്താ കണ്ടേ? ജിജോ എന്തോ കിട്ടിയ 13-ാം അധ്യായം എല്ലാവരും തയ്യാറാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? എന്തുവായിരുന്നു ജിജോ എന്തോ അധ്യായത്തിലെ മെയിൻ? ശക്തിപ്പെടുക എന്നുള്ളതാണ് അല്ലേ അധ്യായത്തിൻ്റെ മെയിൻ ടോപ്പിക്. എന്നിട്ട് അതിനെ എങ്ങനെയാ തിരിച്ച് എങ്ങനെയൊക്കെ എടുത്തോ അല്ല, ഒരു പശ്ചാത്തലം നൽകി കൊടുത്തു. ഓക്കെ, തനിക്കത് പറയാനുള്ള ക്വാളിഫിക്കേഷൻ എന്തുവാന്ന് പറയാണ്. ശക്തിപ്പെടേണ്ട ആവശ്യകതയെക്കുറിച്ച്. കാരണം നിന്റെ മുമ്പിൽ വെല്ലുവിളികൾ കിടപ്പുണ്ട്. ഓക്കെ, പിന്നെ നമ്മെ ശക്തീകരിക്കുന്നവൻ ആരാണെന്ന്. ഓക്കെ, ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ പിന്നെ ശക്തി കാണണം. എല്ലാത്തിലും അത് ആ ഒരു വേർഡ് കണ്ടുവരാൻ ശ്രമിക്കണം. ഓക്കെ, ഓക്കെ, തന്നോളൂ. യെസ്, അപ്പം കൃപയിൽ ശക്തിപ്പെടുക എന്നുള്ളത് എനിക്കുള്ളതല്ലേ അത്. കൃപയിൽ ശക്തിപ്പെടുക എന്നുള്ളതായിരുന്നു ആയിരുന്നു വിഷയം. വെരി ഗുഡ്. എന്തുവായിരുന്നു ടോപ്പിക്ക്? വിശ്വസ്തതയാണ് വീണ്ടും വന്നേക്കുന്നത്. ഓക്കെ, 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 മനസ്സിലായി. ഓക്കെ, അപ്പോൾ അവിടെ പ്രധാനമായിട്ട് നാം വിശ്വസ്തരായിരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ചിത്രീകരിക്കാൻ ദൈവം നമ്മളോട് എങ്ങനെ വിശ്വസ്തനായിരിക്കുന്നു എന്നുള്ളതായിരുന്നു ഫോക്കസ് ചെയ്തല്ലേ. അപ്പോൾ അത് എഴുതിയെങ്കിൽ
എഴുതി തരണം. ഓക്കെ, എന്തുവായിരുന്നു? ഓക്കെ, അതെങ്കിലും എന്തുവായിരുന്നു ടോപ്പിക്? എന്തോ കിട്ടിയേ? ഓക്കെ, അപ്പൊ തിമോഥെയോസ് ആ അധ്യായത്തിൽ പൗലോസ് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ അതിനൊരു ഹെഡിങ് എടുത്തെങ്കിൽ ജീവിത വിശുദ്ധിക്ക് പ്രാധാന്യത്തെ കുറിച്ചായിരുന്നു. ഗുഡ്. ഒന്ന് അപ്പൊ വിശുദ്ധിയെ കുറിച്ചായിരുന്നു, ജീവിത വിശുദ്ധിയെ കുറിച്ചായിരുന്നു അതിന് റീടൈറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബിജു? ഓക്കെ, ചട്ടപ്രകാരം പോരാടുക. ദാറ്റ്സ് ഗുഡ്. അതൊരു നല്ല, കാരണം കായികാഭ്യാസിയും കൂടെ ആയതുകൊണ്ട് ശരീരങ്ങള് ഇമ്പോർട്ടൻസ് ഓഫ് അല്ലേ, ചട്ടപ്രകാരം പോരാടുക. അത് വളരെ വാസ്തവമാണ്. ചട്ടപ്രകാരം പോരാടുക അത് വളരെ പലരുടെയും ജീവിതത്തിൽ എന്തില്ല? ചട്ടങ്ങളില്ല. വേല എന്ന് ചൊല്ലി വേലിയില്ല, അത് സ്ഥലം പോലെ ആയി കഴിഞ്ഞിരിക്കുന്നു. ഒന്നിനും ഒരു എന്തില്ല. പക്ഷെ ദൈവം നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗാഡ് ഓഫ് ഡിസിപ്ലിൻസ്. അവൻ ചട്ടങ്ങളും പ്രമാണങ്ങളും കൊടുത്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച്, ഇസ്രയേൽ ജനങ്ങൾക്ക് ഭൂമി കനാൻ ദേശം കൊടുക്കുമ്പോൾ തന്നെ അതിര് നിശ്ചയിച്ചാണ് കൊടുക്കുന്നത്. വടക്ക് ഇതായിരിക്കണം അതിര്. എപ്പോഴും നമ്മൾ വസ്തു വാങ്ങിക്കാവുന്നത് അതിലെഴുതുമല്ലോ. എന്താ അതിൻ്റെ കാരണം? ഡിസിപ്ലിൻ. അത് ചട്ടങ്ങളാ, നിയമങ്ങളാ. 10 കൽപ്പന, ചട്ടങ്ങൾ, നിയമങ്ങൾ. അപ്പൊ ചട്ടപ്രകാരം എങ്ങനെ ജീവിക്കണം? ഓക്കെ, എന്നിട്ട് ഓക്കെ, അപ്പൊ ഒരു ദൈവദാസനോടുള്ള ബന്ധത്തിൽ ചട്ടങ്ങൾ എന്താണ്? അപ്പൊ ചട്ടങ്ങളെയാണ് മെയിനായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? ഫോക്കസ് ചെയ്ത്. വെരി ഗുഡ്, നന്നായിരിക്കുന്നു. റോയ് പാസ്റ്റർ ആ അധ്യായത്തെ എങ്ങനെ റോയ് പാസ്റ്റർ കൈകാര്യം ചെയ്തേ? ഓക്കെ, ഉണ്ട്. ഓക്കെ. നീ മാന്യപാത്രമാണെങ്കിലും നീനപാത്രമാണെങ്കിലും നിന്റെ യജമാനന് നിന്നെ ഉപയോഗിക്കാൻ നീ ഉപയോഗമുള്ളൊരു പാത്രമാണ്. ഗുഡ്. അതൊന്നും തീർന്നോട്ടെ, ഞങ്ങൾ വരാം, എപ്പം വരാം. ഓക്കെ, അതായത് അല്ലാതെ ഉള്ളവരെയും നമ്മൾ സൗമ്യതയുടെ ആത്മാവിൽ അവരെ പഠിപ്പിച്ച് യജമാനിലേക്ക് ഉപയോഗയോഗ്യമായ രീതിയിൽ നമുക്ക് അവനെ കൊണ്ടുവരാനായിട്ട് കഴിയുമെന്നുള്ളത്. അവനെ തള്ളിക്കളയാനല്ല പറയുന്നത്, അവനെ സഹിഷ്ണുതയോടെ ചേർത്തുകൊണ്ട് പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഗുഡ്. അതെ, അതാണ് അത് ഞാൻ എന്തിനാ അത് ഇത്രയും പറഞ്ഞത്? അതൊരു ജനറൽ ഔട്ട്ലൈനാണ്.
കുറേ കഴിയുമ്പം നമുക്കൊരു വാക്യം വായിച്ച, ഉദാഹരണം, ഈ ആദ്യമൊക്കെ കറി വെക്കാൻ പഠിക്കുന്നവർ പാചകക്കുറിപ്പ് നോക്കി എന്ത് ചെയ്യും, വെക്കും. അങ്ങനെ ഇതൊരു 3-4 പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറിപ്പൊക്കെ അവിടെ മാറ്റി വെക്കും. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് വരും തന്നെ, ഇല്ലേ? തനിയെ അങ്ങ് വരും ഇത്. അപ്പോൾ ആദ്യ നാളുകളിൽ നമുക്ക് ഇതൊക്കെ എന്തുവാ വേണം, ആവശ്യം. നമുക്കിത് എങ്ങനെയാണ് ഇത് കൊണ്ടാക്കിയെന്ന് എടുക്കുന്നുണ്ട്. പിന്നെന്തുവാണെന്നറിയാമോ? ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ വരും. ഒരു വാക്യം എടുത്താൽ ഇപ്പം ഈ ഒരു അധ്യായത്തെ ബേസ് ചെയ്ത് തന്നെ എത്ര പ്രസംഗങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. എത്ര പ്രസംഗങ്ങൾ, എത്ര. കാരണം അതിനെ ഇന്ന് കാണുന്ന കാഴ്ചപ്പാടായിരിക്കത്തില്ല നാളെ ആ ഭാഗം വായിക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻറ്റ്, തികച്ചും വ്യത്യസ്തമായിരിക്കുന്ന. അത് തന്നെ അതിലെ ഓരോ വാക്കും എടുത്ത് നമുക്ക് പ്രസംഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു. ഇനി എനിക്ക് നോട്ട്സ് തരാത്തവർ, ഇന്ന് കൊണ്ടുവരാത്തവർ നാളെയെങ്കിലും എനിക്ക് തന്നോളൂ. കാരണം ഇത് നമ്മുടെ ഒരു അസൈൻമെൻറ്റ് ഇതിലാണ്. ഇനി അടുത്തതിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാ. ഏതാ അടുത്ത പ്രസംഗ രീതി? ഏതാ ഏതാ മൂന്നാമത്തെ ഏതാ? എല്ലാവരും എല്ലാം കിടക്കുന്നേ സ്വഭാവ പഠനം. സ്വഭാവ പഠനത്തിൽ 2 ഭാഗങ്ങളുണ്ട്. അല്ല, ജീവചരിത്രത്തിലെ 2 ഭാഗങ്ങൾ. ഒന്ന് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മാത്രം പഠിക്കാം, മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് മുഴുവൻ പഠിക്കാം. വ്യക്തിയെക്കുറിച്ച് പഠിക്കുകയാണ് നമ്മൾ. വേറെ പുസ്തകത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുക. ആ വ്യക്തിയെക്കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങളെ മാത്രം ആസ്പദമാക്കി പഠിക്കാം. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മൊത്തം എസ് എ ഹോൾ. ഉദാഹരണം, മോശയുടെ സ്വഭാവത്തെക്കുറിച്ച് മാത്രം നമുക്ക് എടുക്കാം. പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, അങ്ങനെ എന്ന് പറയാം. സൗമ്യനായിരുന്നു, പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, അങ്ങനെ ആയിരുന്നു എന്നൊക്കെ നമുക്കിങ്ങനെ എടുക്കാം. മോശയുടെ ജീവിതത്തെ മൊത്തം നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. അതെങ്ങനെയാ? അവൻ്റെ അപ്പനും അമ്മയും ആരായിരുന്നു, അവൻ്റെ ബാല്യത്തിൽ എന്താ നടന്നേ, അവൻ പിന്നെ ഫറവോൻ്റെ കൊട്ടാരത്തിൽ പോയി, അവൻ പിന്നെ എന്തൊക്കെ ചെയ്തു, ഫറവോൻ്റെ അടുക്കൽ വരുന്നു, ജനത്തെ വിടുവിക്കുന്നു, ഓടിപ്പോകുന്നു, കല്യാണം കഴിക്കുന്നു. ഇത് അവൻ്റെ ജീവിതം മുഴുവനാണ് നമ്മളിവിടെ എടുക്കുന്നത്. അവൻ്റെ ജീവിതത്തെ മുഴുവൻ, ദ ഹോൾ ബയോഗ്രഫിക്കൽ സ്കെച്ച്. അങ്ങനെ 120 വയസ്സിൽ കണ്ണ് കാണുന്നവനായിട്ട് തന്നെ കണ്ണിൻ്റെ കാഴ്ച കുറയാത്തവനായി അവൻ എന്ത് ചെയ്യുന്നു? മരിക്കുന്നു. ദൂതന്മാർ അവനെ അടക്കുന്നു. ഇതെല്ലാം അവൻ്റെ ബയോഗ്രഫിക്കൽ ജീവചരിത്രമാണ് നമ്മൾ പഠിക്കുക. അത് തന്നെ മണിക്കൂറോളം പഠിക്കാണ്ട് എത്ര പ്രസംഗം വേണമെങ്കിൽ അതിൽ നിന്നുണ്ടാക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്തുവാണെന്നറിയാമോ? ഇനി അത് പഠിക്കാം. അവൻ്റെ ജീവിതത്തിലെ സ്വഭാവങ്ങളെ മാത്രം എടുത്ത്. ആൾ മഹാചൂടനാണ്. മോശ ഭയങ്കര ചൂടനായിരുന്നു ആദ്യ നാളുകളിൽ. ആടുകളെ മേയ്ക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ആ പുള്ളി സൗമ്യനായിട്ട് മാറിയേ. അതുവരെ നല്ല ചൂട്, ഒറ്റ അടിക്കൂരത്തിനെ കൊന്നു കളയുന്നത്. പിന്നെ മിസ്രൈമിലെ സകല അഭ്യാസം അവൻ പഠിച്ചാനോ ഞാൻ. ചുമ്മാ അതൊന്നും ഒരു മിസ്രൈമിനെ ഒരേ അടിക്ക് കൊല്ലുക എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. ആ ടൈപ്പ് സൈസ് സാധനങ്ങളാണ് അവർ. അപ്പം അത് മുഴുവൻ, അപ്പം മഹാചൂടനായിരുന്നു അവൻ. ജീവിത മൂല്യം എന്താണെന്ന് കണ്ടെത്താൻ കഴിയുന്നുള്ള മനുഷ്യരായിരുന്നു അവന്. അതുകൊണ്ടാണ് ഫറവോൻ്റെ പുത്രിയുടെ മകൻ വിളിക്കുമ്പോൾ പോയാന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തത്? ഇറങ്ങി വന്നു. അപ്പോൾ അത് അവൻ്റെ സ്വഭാവത്തെ മാത്രം. ദൈവം പറയുന്നവനെ കുറിച്ച് ഇവനെ പോലെ സൗമ്യനായ മനുഷ്യൻ വേറെ ഇല്ലെന്ന്. അപ്പോൾ അവിടെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. പരാജയമുണ്ട് മോശയുടെ ജീവിതത്തിലെ, അല്ലേ? നല്ല കനാൻ ദേശം പോകാൻ പറ്റില്ല. ഇറങ്ങി തിരിച്ചിട്ട് കനാൻ ദേശം പോകാൻ പറ്റാതെ തന്നെ കയ്യിലിരിപ്പുണ്ട് തന്നെ. കൽപ്പിക്കാൻ പറഞ്ഞെടുത്ത് കയറി എന്ത് ചെയ്തു? പൊട്ടിച്ചു. അപ്പം സ്വഭാവത്തെക്കുറിച്ച് മാത്രം പഠിക്കാം. അതാണ് സ്വഭാവത്തെക്കുറിച്ച് മാത്രമുള്ളൊരു പഠനം ഒരു വ്യക്തിയുടെ. മറ്റേത് ആ വ്യക്തിയുടെ ജീവിതത്തെ മുഴുവൻ. ഇനി ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു പേര് തന്നെ പല പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട് ബൈബിളിൽ. സ്വഭാവവും വ്യക്തിത്വത്തെക്കുറിച്ച് വ്യക്തികളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ
ഇപ്പോൾ ഫറവോൻ എന്ന് പറയുന്നത് പേരല്ല, അത് സ്ഥാനപ്പേരാണ്. ഹേരോദാവ് എന്ന് പറയുന്നതും അതുപോലൊക്കെ തന്നെ. അപ്പോൾ ഇത് ഇനി പല പ്രാവശ്യം ആവർത്തിച്ച് ഒരേ പേര് തന്നെ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. സക്കര്യ എന്ന് പറയുന്ന പേര് 30 വ്യക്തികളെ കാണിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. 30 വ്യത്യസ്ത സക്കര്യാവുമാരുണ്ട് ബൈബിളിൽ. അപ്പൊ ഇതറിയാത്തവർ വേദോസ്തി കാണുന്ന എല്ലാ സക്കര്യാവിനും കൂടെ ഒത്തുപിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതാകെ പാളും. നമുക്ക് ഒരേ പേരാണ്. ഇപ്പൊ ഉദാഹരണം, ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ ചെന്നപ്പോഴേ ഇന്നലെ ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു വലിയ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് KV ദാനിയേൽ വയസ്സ് 98 എന്ന് എഴുതി വെച്ചേക്കുന്നു. മരിച്ചുപോയി ആള്. ഇപ്പൊ ഞാനവിടെ ഉള്ളത് കൊണ്ട് ഞാനല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഇതല്ലാത്ത വേറെ വല്ലവരാണെങ്കിലോ, നിങ്ങളുടെ പാസ്റ്റർ മരിച്ചതിന്റെ ഫോട്ടോ ഇട്ടിട്ട് പോണ്ടെന്ന് പറഞ്ഞാനെ. KV ദാനിയേൽ തന്നെ സെയിം ഇനീഷ്യല്. തൃശ്ശൂർ തന്നെ KV ദാനിയേലിനോട് വേറെ ആളുണ്ട്. ആ ലൂർദ് പള്ളിയുടെ തൊട്ടുപുറത്തൊരു വീടുണ്ട്. ടെലഗ്രാഫ് പേപ്പറിന്റെ പത്രാധിപരാ KV ദാനിയേലാ. അന്ന് ഞങ്ങൾ താമസിച്ചത് തൃശ്ശൂർ 5-ലായിരുന്നു. അതും തൃശ്ശൂർ 5. ഞങ്ങളുടെ രണ്ടിൻ്റെയും മെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പുള്ളിക്ക് വരേണ്ട കത്ത് എനിക്ക് കിട്ടും, എനിക്ക് കിട്ടേണ്ട കത്ത് പുള്ളിക്കും പോകും. KV ദാനിയേൽ. അപ്പോൾ ഈ KV എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ഞാൻ ഒരിക്കൽ പറഞ്ഞു തന്നായിരുന്നല്ലോ. കർത്താവിൻ്റെ വിശുദ്ധൻ എന്നുള്ളതാണ്. KV അല്ലെങ്കിൽ പിന്നെ കേരളത്തിന്റെ വിത്തൊന്നും പറയാം. ഞാൻ പറഞ്ഞതിന്റെ ആശയം, ഒരേ പേര് ഞാൻ പഠിച്ച ക്ലാസ്സിലുണ്ടായിരുന്നു. ഇതേ പേര് തന്നെ, ഒരേ പേരിലുള്ള 2 പേര്. ഇനീഷ്യൽ സെയിം, എല്ലാം സെയിമാ. വീട്ടുപേര് 2 ഒരുത്തന് ഇമ്മട്ടിയും വേറൊരുത്തന് 70 പക്ഷെ ഈയാണ് തുടക്കമല്ല അതിൻ്റെ. ഇതുപോലെ ബൈബിൾ പഠനത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. സെഖര്യാവ് എന്ന പേരിൽ വേദപുസ്തകത്തിൽ 30 വ്യക്തികളുണ്ട്. നാഥാൻ 20 പേരുണ്ട്. നമുക്ക് ആകെ അറിയാവുന്ന നാഥാൻ പ്രവാചകനെ മാത്രമാണ്. അല്ല, വേറെ 19 കൂടി ഉണ്ട് ബൈബിളില്. യോനാഥാൻ 15 വ്യത്യസ്ത വ്യക്തികളുണ്ട്. ഇതൊക്കെ ജസ്റ്റ് അതിനു വേണ്ടി മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. 15 വ്യത്യസ്ത വ്യക്തികളുണ്ട്. യൂദാസ് 8 പേരുണ്ട് ബൈബിളിൽ. നമ്മൾ ആ ഒരു യൂദയെ നമുക്ക് പ്രധാനമായിട്ട് അറിയാവൂ. പിന്നെ യേശുവിൻ്റെ സഹോദരനാകുന്ന ഒരു യൂദേനെയും കൂടെ അറിയാം. അങ്ങനെ 2 അറിയാം. പിന്നെ 6 കിടപ്പുണ്ട്. അതുപോലെ മറിയ എത്ര ഉണ്ട്? 7 മറിയുണ്ട് വേദപുസ്തകത്തിൽ. യാക്കോബ് 5 പേരുണ്ട്. നമുക്ക് 2 അറിയാം. ഒന്ന് നമ്മുടെ അബ്രഹാം, ഇസാക്ക്, യാക്കോബും, പിന്നെ പുതിയ നിയമത്തിലെ യാക്കോബ്. ഈ 2 നമുക്ക്, പക്ഷെ വേറെയുണ്ട്. യോഹന്നാൻ 5 ഉണ്ട് ബൈബിളില്. അപ്പൊ ഇത് നമ്മൾ അപ്പൊ നമ്മൾ ക്യാരക്ടർ സ്റ്റഡി പോകുമ്പോൾ ജോണിന് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് വേറെ യോഹന്നാനായിരിക്കും, ഇത് വേറെ യോഹന്നാനായിരിക്കും. അപ്പൊ ക്യാരക്ടർ സ്റ്റഡി നടത്തുമ്പോഴും വ്യക്തിത്വത്തെക്കുറിച്ചുള്ള സ്റ്റഡി നടത്തുമ്പോഴും ക്യാരക്ടർ സ്റ്റഡി നടത്തുമ്പോഴും ഇത് 2 ഒരാളുടെ തന്നെ കുറിച്ച് പറയുന്ന സ്വഭാവമാണോ എന്ന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിരിക്കണം. അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബയോഗ്രഫിക്കൽ സ്റ്റഡിയിൽ. അപ്പോൾ ബയോഗ്രഫിക്കൽ സ്റ്റഡി
അതായത് ജീവചരിത്രപരമായ പഠനവും സ്വഭാവ പഠനവും ഇത് രണ്ടും കൂടെ ഒന്നിപ്പിക്കാൻ പോവാ ഞാൻ. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, സെലക്ട് ദ പേഴ്സൺ. ആദ്യം വ്യക്തിയെ തിരഞ്ഞെടുക്കുക. ഇന്ന് ആരെക്കുറിച്ച് ഈ ചിലർ ദാവീദിനെയും പിന്നെ വേറെ എല്ലാവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടി കളഞ്ഞു. സാധാരണ ആൾക്ക് തെറ്റുവന്ന് ഏലിയാവും ഏലിശയും തമ്മിൽ തെറ്റാറുണ്ട്. സാധാരണ തെറ്റുന്നൊരു കാര്യം ഇത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു തീരുമാനം എടുക്കണം, ഞാൻ ആരെക്കുറിച്ചാണ് പ്രസംഗിക്കാൻ പോകുന്നേ. ഇന്നലെ എന്നോട് ലിലൂഷ വിളിച്ച് ചോദിച്ചു, അവളെല്ലാവരോടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ചു, മോശയുടെ പെട്ടകത്തിൽ എത്ര മൃഗങ്ങളെ കയറ്റിയായിരുന്നു ചോദിച്ചു. ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത്. മോശ പണിത പെട്ടകത്തിലെ എത്ര പേരെ കയറ്റിയെന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു എല്ലാ മൃഗങ്ങളും കയറിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഹൂസ് ആർക്ക്? ആരുടെ പെട്ടകം? അവൾ മനഃപൂർവ്വം തന്നെ മോശയുടെ എന്ന് പറഞ്ഞു. കാരണം എന്തുവാ? പെട്ടകം നോഹയുടെയാണ്, പക്ഷേ മോശയുടെ എന്ന് ചോദിച്ചത് ആരും ശ്രദ്ധിക്കില്ല, ഇംഗ്ലീഷിലായതുകൊണ്ട്. അത് പറഞ്ഞു, അപ്പച്ച യു ആർ ദ ഓൺലി വൺ ആസ്ക് മീ ദിസ് ക്വസ്റ്റ്യൻ. എവറിബഡി സെറ്റ്, ഓൾ ദ ആനിമൽസ് വെന്റ് ഇൻടു. ബാക്കി എല്ലാവരും പറഞ്ഞ എന്തോ എല്ലാ മൃഗങ്ങളും കയറിയുന്ന. അവൾക്ക് അറിയേണ്ടത് ഇത് ശ്രദ്ധിക്കുമെന്നുള്ള. മോശം പെട്ടകം പണിതിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായി. അപ്പം വി ഹാവ് ടു ഡിസൈഡ്. ചോദ്യം ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം, ആരെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. അതുപോലെ സാധാരണ തെറ്റുന്നത് യൊരോബയാമും രഹബയാമും തമ്മിൽ തെറ്റാറുണ്ട്. ഒന്ന് ശലോമോന്റെ മകനും മറ്റൊന്ന് ശലോമോന്റെ ദാസനും. അപ്പോൾ നമ്മൾ ആദ്യം തീരുമാനം എടുക്കണം, ആരെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ നെയിം. ഏത് വ്യക്തിയാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്? യേശുവിൻ്റെ അമ്മയാകുന്ന മറിയെക്കുറിച്ചാണോ, അതോ മഗ്ദലക്കാരത്തി മറിയെക്കുറിച്ചാണോ, അതോ വേറെ 4 മറിയമാരും കൂടെ ഉണ്ട്, ഇതിലേതാ എന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യണം ആദ്യം. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. 2, ഈ വ്യക്തിയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന സകല വാക്യങ്ങളും എഴുതിയെടുക്കുക. ഈ വ്യക്തിയെക്കുറിച്ച് ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന സകല വാക്യങ്ങളും പരിശോധിക്കുക. അപ്പോഴേ നമുക്ക് അതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ദാനിയേലിനെ കുറിച്ച് ദാനിയേൽ പറയുന്നത് മാത്രമല്ല പറഞ്ഞേക്കുന്നത്. ആണോ? അത് കൺഫ്യൂഷൻ ആയല്ലോ അല്ലേ? ദാനിയേലിനെ കുറിച്ച് വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അത് പേര് പറഞ്ഞില്ലല്ലോ. ഒരു 3 ഭക്തന്മാരുടെ പേര് പറയുന്നുണ്ട്. ഇവർ പ്രാർത്ഥിച്ചാലും എന്ന് പറയുന്നിടത്ത് അവിടെ ദാനിയേലിൻ്റെ പേര്, ഒരാളുടെയും കൂടെ പേര് പറയുന്നു. പ്രാർത്ഥിച്ചാലും ഞാൻ ആ പ്രാർത്ഥന കേൾക്കത്തില്ല. അപ്പോൾ എവിടൊക്കെയാണോ ദാനിയേലിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞേക്കുന്നത് ആ ഭാഗം മുഴുവൻ എന്ത് ചെയ്യണം, നമ്മളെടുത്ത് വായിച്ചു. ചിലരുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ ജീവിതത്തോടനുബന്ധിക്കുന്ന ചില ഏതെങ്കിലും സംഭവങ്ങൾ എന്ത് ചെയ്ത് കാണും, പറഞ്ഞു കാണും. അപ്പം ബൈബിളിൽ എവിടൊക്കെയാണോ ഇവരെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് ആ ഭാഗങ്ങൾ മുഴുവനും നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. അതാ ഞാൻ പറഞ്ഞത്. സ്റ്റെപ്പ് നമ്പർ 3, 3 ഇനി. അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ ക്രമാനമായി നമ്മൾ എഴുതണം. എന്താണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ നടന്നത്? ദാനിയേലിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു 3-4 സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെയായിരിക്കും?
ദാനിയേലിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന 3-4 സംഭവങ്ങൾ ഏതാ? പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. അതിനോടുള്ള ബന്ധത്തിൽ ഏത് സംഭവം ഓർമ്മ വരുന്നേ? രാജാവ് സ്വപ്നം കണ്ടിട്ട് മറുപടി കൊടുക്കാൻ നിവൃത്തിയില്ലാതെ സ്വപ്നവും അർത്ഥവും ഏതാണെന്ന് വ്യാഖ്യാനിക്കുന്ന ആരാ? ദാനിയേല, അല്ലയോ? പിന്നെ അടുത്ത ഉടനെ കാണുന്ന ഏതാ? രാജകൊട്ടാരത്തിൽ എഴുതപ്പെട്ട കൈപ്പത്തി കൊണ്ട് എഴുതിയ ആ എഴുത്ത് വായിച്ചർത്ഥം പറയുന്ന ആരാ? ദാനിയേല. പിന്നെ ദാനിയേലിനെ കുറിച്ച് വല്ല ഓർമ്മയുണ്ടോ? ദാനിയേൽ പുസ്തകം വായിച്ചിട്ടില്ലല്ലോ ദാനിയേൽ. ഓക്കെ, പിന്നെ ഏതാ ഓർമ്മ വരുന്നേ? സിംഹഗുഹയിൽ എറിയപ്പെടാനുള്ള കാരണം അല്ലേ? സിംഹകുഴിയിൽ അവൻ എറിയപ്പെടുന്നത്. പിന്നെ വരുമ്പോഴോ ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് ദൂതൻ ഇറങ്ങി വരുന്നത്. അപ്പൊ ദാനിയേലുമായിട്ടുള്ള ബന്ധത്തിൽ പ്രധാനപ്പെട്ട ഒരു 5-6 സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ഉടനെ എഴുതി. അപ്പൊ ഈ 6 സംഭവങ്ങളിൽ നിന്നും നമുക്കൊരു കോമൺ ക്യാരക്ടേഴ്സ് ഇവന് പിടികിട്ടും. ഈ 6 ഒന്ന്, ഹി വാസ് എ മാൻ ഓഫ് പ്രയർ. ദാനിയേൽ പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനായിരുന്നു. ഈ ഭാഗങ്ങളെല്ലാം എടുത്തു നോക്കിക്കോ, ദാനിയേലിന്റെ പ്രാർത്ഥന അവിടെ നിങ്ങൾക്ക് മുഴച്ച് കാണാം. അപ്പൊ ഈ സംഭവങ്ങളിലൂടെ എല്ലാം നമ്മൾ നോക്കുക, ഇതിൽ നിന്ന് കാണുന്ന കോമൺ ക്യാരക്ടേഴ്സ്, പൊതു സ്വഭാവങ്ങള്. ഒന്ന്, അവൻ്റെ പ്രാർത്ഥന. 2, ദൈവത്തോടുള്ള അവൻ്റെ ഭക്തി. ഈ പ്രശ്നങ്ങളുടെയൊക്കെ നടുവിലും അവൻ രാജാവിനോടുള്ള ബഹുമാനം കൈവിടാതെ എല്ലാം ഇപ്പോഴും സംസാരിക്കുന്നത്. രാജാവേ, അങ്ങ് ദീർഘായുസ്സായിരിക്കട്ടെ. സിംഹക്കുഴിയെ കിടക്കുമ്പോഴും പറയുന്നത് അത് തന്നെ, രാജാവേ അങ്ങ് ദീർഘായുസ്സായിരിക്കട്ടെ. തന്നെ ഉപദ്രവിച്ച് തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത രാജാവിനോടും രാജഭക്തി വിടാതെ, രാജാവിനോടുള്ള ബഹുമാനം കളയാതാ ദാനിയേൽ സംസാരിക്കുന്നത്. അതൊക്കെ അവൻ്റെ ക്യാരക്ടറിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഈ എല്ലാ സംഭവങ്ങളും എടുത്ത് വായിച്ച് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? അതിൽ നിന്ന് അവൻ്റെ ക്യാരക്ടേഴ്സ് എടുക്കാനായിട്ട്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. അതാണ് 4-ാമത്തെ പോയിന്റ്, അല്ല 3-ാമത്തെ പോയിന്റ്. എന്നിട്ട് ഈ ഭാഗങ്ങൾ വീണ്ടും വീണ്ടും വായിക്കണം നമ്മൾ. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം എന്നറിയാമോ? ക്രോണോളജിക്കൽ ഓർഡറിൽ കൊണ്ടുവരണം. മറ്റേത് നമ്മൾ ഉടനെ ഓർമ്മ വന്നാ സിംഹക്കുഴി എഴുതുക. എന്നിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം? ദാനിയേൽ പ്രവചൻ്റെ പുസ്തകത്തിൽ ആദ്യം നടന്നതേതാ നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പരിശോധനകളുടെ കൂടിക്കൂടി വരിക. പരിശോധന കൂടി വരുന്നതനുസരിച്ച് റിവാർഡും കൂടിക്കൂടി വരുന്നുണ്ട്. ആദ്യം ദൈവം ഇട്ട പരിശോധന വളരെ ലഘുവായിരിക്കും, അതിനെ ജയിക്കാനുള്ള കൃപയും ദൈവമാണ്. പക്ഷെ അവസാനത്തേക്കൊക്കെ ആയി വരുമ്പോൾ ഭയങ്കര അഗ്നിശോധനയുടെ ആ അനുഭവത്തിലേക്ക് അവർ നീങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് കുറേ പഠിക്കാനുണ്ട്. ഇറങ്ങിയ കാലത്തുണ്ടായിരുന്ന പരിശോധന അല്ല ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉണ്ടായത്. നഴ്സറിയിലെ പരീക്ഷ എല്ലാ പ്രാവശ്യവും, എല്ലാ 10ാം ക്ലാസ്സിലെത്തിയിട്ടും പ്രതീക്ഷിക്കരുത്. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴത്തേനെ കുറച്ചുകൂടെ ആലോചിച്ച് എഴുതേണ്ടത്. ഔട്ട് ഓഫ് സിലബസിൽ നിന്നായിരിക്കും വരുന്നത് മുഴുവൻ. കാരണം തിയറി തന്നെ പഠിപ്പിച്ചു. ഇനി ഈ വിഷയം എങ്ങനെ ഇത് ഞങ്ങളുടെ പാഠപുസ്തകത്തിൽ ഇല്ലല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല. ദ തിയറി ഈസ് ഓൾറെഡി ഇത്. എങ്ങനെ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യണമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? 4-3-7 പഠിച്ച് പോയതാ. പക്ഷേ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ 3+3 എത്ര എന്നാ? അത് ടീച്ചർ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും ചില കുട്ടികൾ. ശരിയാ, ടീച്ചർ 3+3 എത്രയാണെന്ന് പഠിപ്പിച്ചില്ല. 3-4 ഏതാണെന്ന് പഠിപ്പിച്ചു. അതെങ്ങനെ കണ്ടെത്തുന്നതിനെ പഠിപ്പിച്ചു. ആദ്യം 3 വിരലെടുക്കുക, പിന്നെ എന്ത് ചെയ്യുക? പിന്നെയും 3 വിരലെടുക്കുക. അപ്പോൾ 1, 2, 3, 4, 5, 6.
അങ്ങനെ ടീച്ചർ 4 പേരെ എടുക്കാനേ എന്നെ എവിടെ പഠിപ്പിച്ചിട്ടുള്ളൂ. ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറുമ്പോൾ പരിശോധനയുടെ ദ ഇൻറ്റൻസിറ്റി ഓഫ് പെർസിക്യൂഷൻ, ദ ഇൻറ്റൻസിറ്റി ഓഫ് ടെംപ്റ്റേഷൻ, ഇതെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കാരണം അയ്യോ നീ ഹയർ ഗ്രേഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നീ ഉയർന്ന ഗ്രേഡില്ല. ഇപ്പൊ ചോദ്യമൊന്നും തരത്തില്ല, വന്നൊരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഇട്ട് തരും. കോഴ്സിൻ്റെ അവസാനം ഈ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ഒരു 10 പാഠങ്ങൾ എഴുതാനായിരിക്കും. അത് സാറ് പറഞ്ഞു തന്നില്ലല്ലോ ഞങ്ങൾക്ക് 1, 2, 3, 4 ഇങ്ങനെ 10. എല്ലാ ക്ലാസ്സിലും ഓരോന്ന് പറഞ്ഞു തന്നായിരുന്നു. ചില ക്ലാസ്സിൽ 2, 3 ഒക്കെ പറഞ്ഞു തന്നു. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട പാഠമെന്ന് പറഞ്ഞു തന്നിട്ടില്ല, പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ഇത് മുഴുവൻ പറഞ്ഞു തന്നിരുന്നത് മുഴുവൻ പഠിക്കേണ്ടതായിരുന്നു. അപ്പം അത് ക്രോണോളജിക്കലായിട്ട് എഴുതാൻ പോകും. കർത്താവിൻ്റെ പേരയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ആദ്യത്തെ ഒരു വർഷം ഉണ്ടായ പരിശോധനയല്ല, അന്നുണ്ടായതല്ല ഇപ്പം ഞാൻ അനുഭവിക്കുന്നത്. സൂചിയുടെ വേലയ്ക്ക് ഇറങ്ങിയ നാളുകളിൽ അന്ന് പട്ടിണി കിടന്നാൽ മതിയായിരുന്നു. ഇന്ന് അതല്ല, ഇന്ന് അതൊക്കെ മാറി. ഇന്ന് മെരുങ്ങാത്ത ചിലതിനെ എങ്ങനെ മെരുക്കട്ടെ എന്നാണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ. അന്ന് ഈ പ്രശ്നമൊന്നുമില്ലായിരുന്നു എനിക്ക്. അന്ന് കഞ്ഞി കുടിക്കാൻ മാർഗ്ഗമില്ലായിരുന്നു, അല്ലെങ്കിൽ പട്ടിണിയായിരുന്നു, നടന്നു. അന്ന് ചിലപ്പോൾ വഴി കിടന്ന് 10 രൂപയോ അല്ലെങ്കിൽ ദൈവം അന്ന് നടത്തി. ഇന്ന് അതല്ല, ഇന്നത്തെ വിഷയം മാറി. ഇന്ന് അപവാദം പറയുന്നവനെ എങ്ങനെ തിരുവത്താഴം കൊടുക്കണം എന്നുള്ളതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ്. ഏത് നമ്മുടെ ഇന്ന് തിരുവത്താഴം കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഇറങ്ങിയെന്ന് പറയുന്നത് എന്തുവാ? അപ്പോഴും സാറിൻ്റെ മുഖത്ത് അത്ര ഒരു ശോഭ കണ്ടില്ല ഇന്ന്, അല്ലെങ്കിൽ അത്ര ഒരു ഇന്നൊരു അതെ എന്തോ പറ്റിയിട്ടുണ്ട് പുള്ളിക്ക്. എപ്പോട്ടോ ഒരു പറ്റിയെന്തോ, നീ ആരെനിക്ക് വന്നതാ, നിന്നെ കണ്ടപ്പോഴത്തേനെ ഉള്ള ജോബ് പോയി. അപ്പൊ ഇന്നത്തെ പ്രശ്നം അതാ, ദ ഇന്റൻസിറ്റി ഓഫ് പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തീവ്രത വർദ്ധിച്ചിരിക്കുന്നു പരിശോധനയുടെ.